അടിപൊളിയായിട്ടുണ്ട്. പൊളിയാണ്, ഒന്നും പറയില്ല. എനിക്ക് ഇവരെല്ലാരും കിട്ടി ഞാൻ ഒരു ഹഗ് കൊടുക്കും എല്ലാവർക്കും. മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ഓരോ അഭിനേതാക്കളും, ഒന്നിനൊന്ന് മികവായി. വെരി വെരി ബ്യൂട്ടിഫുൾ സിനിമ, അടിപൊളി. കഴിക്കാൻ വാങ്ങിച്ചതുപോലും കഴിച്ചില്ല, അങ്ങനെ ആസ്വദിച്ചു, ചിന്തിച്ചു, കരഞ്ഞു, എന്ത് പറയണമെന്ന് അറിയില്ല. അടിപൊളി അടിപൊളി അടിപൊളി. ഒരുപാട് നോസ്റ്റാൾജി അടുപ്പിച്ചു പ്രണവ് എന്ന് പറഞ്ഞ ആക്ടർ. തിയേറ്ററിൽ വരുമ്പോൾ ഓഡിയൻസിന്റെ ഒരു റിയാക്ഷന് വേണ്ടി കാത്തിരിക്കും. Beautiful story of love and friendship. എങ്ങനെയുണ്ട് തിയേറ്ററിൽ കണ്ടപ്പോൾ? കണ്ണൊക്കെ നിറഞ്ഞാണ് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ? നമ്മുടെ ഡ്രീം പ്രോജക്റ്റ്, നമ്മുടെ എല്ലാ ഫ്രണ്ട്സും കൂടെ ചെയ്തൊരു പ്രോജക്റ്റാണ്. പിന്നെ ആൾക്കാരുടെ കൂടെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ട്രാൻസ്പെല്ലാം സ്റ്റേറ്റ് ആക്കിയാണ്. നമ്മുടെ വേറെ ടീമെല്ലാം കൊച്ചിയിലുണ്ട്. ഇതിനുവേണ്ടി വീട്ടിലും വന്നു ഇവിടെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട്. ഒരു വലിയൊരു ക്ലാസ് പടമാണ്. എല്ലാവരുടെ കണ്ണും നിറഞ്ഞു ഭയങ്കര ആഘോഷമായി മാറിയിരിക്കുകയാണ്. എന്ത് തോന്നി സന്തോഷം? ഭയങ്കര ഹാപ്പിയാണ്. ബാക്കി നിങ്ങളെല്ലാവരും കൂടെ കണ്ട് വിലയിരുത്തുക. അതൊരു വേറെ ലെവൽ കയ്യടിയുടെ പൂരമാണ്. കണ്ട് നേരിട്ട് കണ്ടപ്പോൾ ഫസ്റ്റ് ഷോ തന്നെ കണ്ടപ്പോൾ ഞാൻ മറ്റ് സിനിമകൾ വിനീതിൽ കാണാറുണ്ട്. ഇപ്രാവശ്യം കഥയെ അറിയില്ലായിരുന്നു, സിനിമയും കണ്ടില്ല. ഇതാണ് ഫസ്റ്റ് കാണുന്നത്. എനിക്ക് ധ്യാൻ്റെയും പ്രണവിൻ്റെയും മുഹൂർത്തങ്ങൾ, കെമിസ്ട്രി വളരെ കൃത്യമായി തോന്നി. അതെല്ലാവർക്കും അങ്ങനെയാണ് തോന്നട്ടെ. സിനിമയെക്കുറിച്ച് പ്രേക്ഷകർ പറയട്ടെ. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും ഒരു ബോണ്ടുണ്ട്, സൗഹൃദം. അതാണ് എനിക്ക് വളരെ ടച്ച്. എന്തായാലും സിനിമ വേറൊരു ഫീലാണ് തന്നിരിക്കുന്നത്. എന്തായാലും വളരെ ശ്രീനിവാസൻ ചിത്രങ്ങൾ എപ്പോഴും ക്രിഞ്ചാണല്ലോ, ഫീലിലാണല്ലോ അറിയപ്പെട്ടത്. അദ്ദേഹം ആ ഇമോഷണൽ ക്രിഞ്ച് ഫീൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ സിഗ്നേച്ചറാണ്. തീർച്ചയായിട്ടും അതാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. സൗഹൃദം എങ്ങനെയാണ് ഇന്നും നിലനിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാവരും സുഹൃത്തുക്കൾ ചേർന്നാണ് പടവും ചെയ്തിരിക്കുന്നത്. അതെ, ഞങ്ങൾ ഇച്ചിരി ക്രിഞ്ചാണല്ലോ, അതിപ്പോൾ ഞങ്ങൾ അഭിമാനിക്കുന്നത്. അതെ, ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈ പടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളൊരു ഡ്രീം പ്രോജക്റ്റാണ്. ഷൂട്ടിങ് നമ്മുടെ സ്ക്രിപ്റ്റ് കേട്ടുകൊണ്ട് നമ്മുടെ ഷൂട്ട് സമയത്തെല്ലാം ഇത് തിയേറ്ററിൽ വരുമ്പോൾ ഓഡിയൻസിൻ്റെ ഒരു റിയാക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അവസാനം തിയേറ്ററിൽ വന്ന പോലെ ജയറാം എന്ന് പറഞ്ഞ ആൾ ലവ് ആക്ഷനിലെ ധ്യാൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും ഇപ്പോൾ വിശാഖിൻ്റെ കമ്പനിയിലെ മാനേജറും ചെറിയ അഭിനയമോഹിയാണ്. അതാണ് അറിയാവുന്നവരും പരിചയക്കാരും ഒക്കെ. ആക്ടർ ഒരുപാട് നമ്മൾ ആദിയിൽ കണ്ടതോ ഹൃദയത്തിൽ കണ്ടതോ അല്ല. പ്രണവെന്ന് പറഞ്ഞ ആക്ടർ പിന്നെ ഒരുപാട് നോസ്റ്റാൾജി അടുപ്പിച്ചു പ്രണവെന്ന് പറഞ്ഞ ആക്ടർ. അത് പിന്നെ ഇത് ഇൻ്റർവ്യൂവിൽ പറയുന്ന പോലെ അതൊരു ഇമിറ്റേഷൻ അല്ല. മലയാളി കണ്ട് ശീലിച്ച ഒരു ഭാവങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖത്തൂടെ വീണ്ടും കാണാൻ കഴിയുമ്പോൾ അതൊരു എൻ്റെ നോസ്റ്റാൾജിയാണ്. അത് പ്രണവിലൂടെ കണ്ടപ്പോൾ സന്തോഷം. So emotional, so good. എല്ലാവരും ആയിക്കോട്ടെ, like so perfect. The cast, everything is just so happy. Thank you so much. Thank you. Very nice. അടിപൊളി സിനിമ, very very emotional. ഒരുപാട് സന്തോഷം. Casting and all is just